ഭാര്യകളും പിള്ളേരും തമ്മിൽ തർക്കങ്ങൾ പതിവനെ എന്നിട്ട് തലയെ പിടിച്ച് തള്ളനോടെ. ഇവിടെ കയറി വന്ന് ന്യായം അന്യായം പറയാൻ നമ്മളാരാണാവോ? നമ്മൾ വെറും വഴിവാക്കല്. പക്ഷേ മുട കണ്ട എട വേട് വേണ്ട. ബോസിക്ക് ഫിലോസഫി ഒരു മുട കണ്ട ലടി കണ്ട ലടപെടും. എന്ത് പോക്കുന്നതാണോ താങ്ങി കാണിച്ചത്? ഈ മുറ്റത്ത് കയറി വരുന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാം. അതിന് കയറി വരുന്നവന്റെ വൈബ് പറഞ്ഞിട്ട് മതി. ഈ നിൽക്കുന്ന ആരാണെന്ന് അറിയാമോ? ബെല്ലാരി രാജ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് രാജരത്നമുള്ള സാറിന്റെ സകല സ്വത്ത് സമ്പാദ്യങ്ങളുടെയും അവകാശം അടുപ്പിച്ച വക്കീല് പുതിയതായിട്ടാ. അപ്പൊ എങ്ങനെയാണ് വക്കീലെ കാര്യങ്ങളെ കിടപ്പുകൾ? ഇവരെ കാരി എന്തരി എങ്ങനെ? ഇത് രാജരത്നമുള്ള സാറിന്റെ മകൻ രാജശെൽവം തന്നെ. യവൻ പുലിയാണേട്ടാ. ഞാൻ പുലിയാണോ പോത്താണോ എന്നൊക്കെ അധികം വൈകാതെ നീ അറിയുവോ? പക്ഷെ ചെല്ല ഒരു ചെറിയ കാര്യം, ഇതിന്റെ രണ്ടിന്റെ പുറയിൽ ഞാൻ നടക്കുന്ന ഒരു സ്ഥാനമുണ്ട് കേട്ടാ. വായില് വായിലേ. എന്നിട്ട് പറവേ ഇത് മകൾ റാണിരത്ന തന്നെ. ഇത് മുത്തുലക്ഷ്മി അമ്മ, രാജരത്ന സാറിന്റെ. ഞാൻ വർഗീസ്, ഇവിടത്തെ കാര്യസ്ഥ. അന്നേരം കാര്യങ്ങളൊക്കെ കാര്യസ്ഥനോട് പറയാമില്ലല്ലേ? ഈ പലതൊക്കെ ഇവിടെ തന്നെ വെറുതി. അമ്മ ഈ വീട്ടിലെ, ബാക്കിയുള്ളവരൊക്കെ വേറെ വേറെ. തല പിന്നെ എന്തിന് പുകലി കത്തിര് വക്കീലെ? കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ. വയനാട് അങ്ങനെ തന്നെ നടക്കട്ടെ. അത്താണ് വൈകണം. അപ്പൊ നേരം കളയണ്ട്. അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോയി. അല്ലെങ്കിൽ കാലാവസ്ഥക്ക് വെളിവെക്കേണ്ടി വരും. അല്ലാരും പിരിഞ്ഞു പോകണം. എല്ലാത്തിനും കൊന്നു കുഴിച്ചു പോകാനാണ് നീ വന്നെങ്കിൽ ആദ്യം എന്നെ പോലെ ഇവരെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കേണ്ടെന്നും ആരും ആരെ അധികാരപ്പെടുത്തിയിട്ടില്ല. എന്തിനായി അംഗം? നീ ആരാണെന്ന് അറിയാൻ ഇവ പോലീസിൽ പരാതിപ്പെട്ടതിനോ? എന്നാൽ ആ പരാതി ഇപ്പൊ എനിക്കുണ്ട്. ഇതൊക്കെ എന്റെ മക്കളാ. ആ വലിയ മനുഷ്യന്റെ ഭാര്യ ഞാൻ. ആ ഞാനാ ചോദിക്കുന്നത്, ആരാ നീ? അപ്പൊ ഞാൻ ആരാന്നറിയണം, അത്രയല്ലേ ഉള്ളു. ഒരു പാതിരാത്രിക്ക് ഒരു മണിയറ വയല് മുട്ടിയപ്പോഴാണ് ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ആരാണ് നീ, എന്തിനാണ് നിനക്ക് വേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെ വേണം. അപ്പൊ ആ അമ്മ പറഞ്ഞ് ആ മകൻ അറിയില്ല. അതാണ് തിരിഞ്ഞിട്ട് ഒരു പേരുണ്ട്. എന്തൊരു വാങ്ങരുത്, ഞാൻ പറഞ്ഞില്ല ഇതൊന്നും വേണ്ടെന്ന്. ഈ വലിയ മനുഷ്യണ്ടല്ലേ, ഇത്തേട്ട പേരാണ് മാണിക്ക. അന്ന് ഓടിയ ഓട്ടക്കാണ്. ഒരു 10 വയസ്സുകാരൻ ഓടിയ ഏതറ്റം വരെ ഓടുന്ന അദ്ദേഹത്തിന് അറിയായിരുന്നു. ഇറക്കെ വന്നെന്നെ വിളിച്ച് ഞാൻ വരില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ വന്നത് പഴയ ബന്ധമൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നും കെട്ടിപ്പോയിക്കൊണ്ട് പോകാനല്ല, ആദ്യം ഒരു കാര്യം എന്നെ ഏൽപ്പിച്ച് അത് നടത്താനെ കൊണ്ട് നിന്നെയൊക്കെ നേരെയാക്കാൻ. അതതിന്റെ മുറക്ക് നടന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകണ്ട കേട്ടാ. പിന്നെ എനിക്ക് 4 കാലുള്ള പോത്തനോട് പെരുമാറിയാണ് പഴക്കം. ഇനി നിന്നെ പോലത്തെ 2 കാലുള്ള പോത്തനോട് ആ പഴക്കം വെച്ച് പെരുമാറണമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഒരുങ്ങിക്കോ, മാണിക്കായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങിക്കോ.
മമ്മൂട്ടി വേഷം ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? ഇവിടെ ആരൊക്കെയായി? മോഹൻലാലായി, മമ്മൂട്ടിയായി, പിന്നെ ഇന്നലെ ശോഭന ആയി, അങ്ങനെ ദിലീപേട്ടനായി, പിന്നെ ഉർവശി ചേച്ചിയുടെ വേഷം വരുമ്പോ ചെയ്യാൻ ആളായി ഇടാൻ നിൽക്കുന്നു ശീലാമ. മമ്മൂട്ടിയുടെ ഏറ്റവും നല്ല കഥാപാത്രമുള്ള ഒരു കഥാപാത്രമാണിത്. അതെ, തീർച്ചയായിട്ടും ഏറ്റവും ഒരു വ്യത്യസ്തതയായിട്ട് അഭിനയിച്ച റോളായിരുന്നു. ഈ അമ്മയായിട്ട് അഭിനയിച്ച ചെറിയ കുട്ടിയാണ്, അത് വലിയ പുതച്ച് ഇതിച്ചൊക്കെ നിൽക്കുന്നു. ഒരു 10-60 വയസ്സ് സ്ത്രീ അത് നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നി. എന്തൊരു ഭവ്യതയാണ്, എങ്ങനെയാ നിൽക്കുന്നത്. വാസ്തവത്തിലുള്ള ബോഡി ലാംഗ്വേജ് എല്ലാം കൂടി വളരെ നന്നായിരിക്കുന്നു. മമ്മൂട്ടിയെ പറ്റി പറയേണ്ട ആവശ്യമില്ല, വളരെ നന്നായി. അതുപോലെ തന്നെ ആ സെയിം മാനറിസം എല്ലാം കൂടി അഭിനയിച്ചു. മണിക്കൂട്ടന്റെ ക്ലാസ് ആണ് എടുത്തേക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ നോക്കട്ടെ മണിക്കൂട്ടന്റെ ക്ലാസ് ആണോ എന്നുള്ളത്. മണിക്കൂട്ടന്റെ ക്ലാസ്സിന് ഒരു അടയാളമുണ്ട്, അതെനിക്കറിയാം. മണിക്കൂട്ട നോക്കട്ടെ. ഞങ്ങൾക്കൊരു കാര്യം അറിയോ? ഞങ്ങളിൽ ഏറ്റവും ഇളയത് ഇവളാ. ഇവർക്കൊക്കെ ഇതിന് മാത്രം വെച്ച് കിട്ടി. എവിടെ നിന്ന് കളഞ്ഞു കിട്ടി? അവളുടെ ആ ലിപ് മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. കടങ്ങി വെച്ചോ, ഇത് നിനക്കാ നല്ലത്. മണിക്കുള്ള രാജുവായിട്ട് മണിപിള്ള രാജുവിന്റെ ക്യാരക്ടർ നന്നായിരുന്നു. എന്താണ് റോള് തന്നില്ല അതില്? ഇല്ല. ഒരു ഉണ്ട കാര്യസ്ഥൻ, ഒരു ജോലിയില്ലാത്ത ഒരു കാശൊക്കെ മോഷ്ടിച്ച് കഴിക്കുന്ന ഒരു കാര്യസ്ഥൻ, അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. നന്നായി. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, മണിക്കൂട്ടം ആ കുട്ടി പറഞ്ഞില്ലല്ലോ, ആ മമ്മൂക്ക പറഞ്ഞ ആ ഡയലോഗ് ഒന്ന് മണിക്കൂട്ടം പറയോ? കലിപ്പ് തീരണില്ല. അതുപോലെ കലിപ്പ് പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെയും. കലിപ്പ് പെർഫോമൻസ് ഒരാളുടെ എല്ലാവരുടെയും. ഈ സിനിമയിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ഒരു ഡയലോഗാണ്. അതായത് മനോജ് ചേച്ചി പറയും, ഞാൻ പോത്താണോ പുലിയാണെന്നൊക്കെ നീ കണ്ടറിയാം. അപ്പൊ പുള്ളി പറയും തന്നെ പക്ഷെ പ്രശ്നമുണ്ട്, ഈ രണ്ടിന്റെ ഇടയിലും ഞാൻ നടക്കുന്ന ഒരു സാധനമുണ്ട്, വാല് വാല്. അത് പറയണതായിരുന്നു. പുള്ളി അതൊന്ന് ഈസി ആയിട്ട് പറഞ്ഞു, പക്ഷെ അതിനോട് ഒരുപാട് അർത്ഥമുള്ള സാധനമുണ്ട്. നിന്റെ ഈ വാല് മുറിച്ചെടുക്കോടാ, അതിനാണ് ഞാൻ വന്നേക്കുന്നത്. ഒരു സംഭവമാണ്. Get to